السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ ഈ ഒരു കൂട്ടായ്മയിലെ അംഗങ്ങളെ, പരിശുദ്ധ റമദാൻ അത് ഏറ്റവും ഭംഗിയായി ഖുർആനോട് ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു കൂട്ടായ്മ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അൽഹംദുലില്ലാ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ഭംഗിയായിട്ടത് നടത്താൻ സാധിച്ചു. ക്ലാസ്സുകളും നടന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഖുർആൻ പഠനം, പാരായണം ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാരായണം ചെയ്തതൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പല ആളുകളും ചെയ്തിട്ടുണ്ട്, ചില ആളുകൾ ചെയ്യാൻ ബാക്കിയുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പിന്നിലാണ് എന്നുള്ള ആളുകൾ എപ്പോഴാണോ അവർ ആ ഒരു ലെവൽ അച്ചീവ് ചെയ്യുന്നത്, ആ ഒരു ലെവലിലേക്ക് എത്തുന്നത്, ആ സമയത്ത് തീർച്ചയായിട്ടും അവരത് മാർക്ക് ചെയ്യും വേണം. ഇൻഷാല്ല ഇന്ന് മുതൽ നമ്മൾ അടുത്ത ഒരു ഗോളിലേക്ക്, അതായത് ഇനി വരുന്ന ഒരു 10 ദിവസങ്ങൾ കൊണ്ട്, അടുത്തൊരു 5 ദിവസങ്ങൾ കൊണ്ട് ഒരു 10 ജുസ്ഇലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. അതോടൊപ്പം തന്നെ നമ്മുടെ പഠനവും 5 ആയത്താണ് ഇപ്പോൾ നമ്മൾ സൂറത്തുൽ ഹാക്കയിൽ പഠിച്ചിട്ടുള്ളത്. ഇൻഷാല്ല തുടർന്ന് ബാക്കിയുള്ള ആയത്തുകൾ പറയുന്നതിനനുസരിച്ച്, നിർദ്ദേശത്തിനനുസരിച്ച് കൃത്യമായി അത് പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഷാഫ് സാറ് നമുക്ക് ക്ലാസ് നൽകുന്നത് സൂറത്തുൽ ഹാക്കയുമായി ബന്ധപ്പെട്ട് ചർച്ചയും അതുപോലെ തന്നെ അതിൻ്റെ പാരായണവും അതിൻ്റെ തജ്വീദ് നിയമങ്ങളും എല്ലാം പഠിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാല്ല ഇന്ന് നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിന് വേണ്ടി, നമ്മളൊന്ന് കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഷാഫ് സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله. الحمد لله الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാനിന്റെ പുണ്യം നിറഞ്ഞ രാവുകളിലൂടെയാണ് നാം ഓരോരുത്തരും പോകുന്നത്. പരമാവധി പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ അള്ളാഹു നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ പരിശുദ്ധ ഖുർആന്റെ പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏത് രൂപത്തിലാണ് ഖുർആനെ വളരെ എളുപ്പത്തിൽ സമീപിക്കേണ്ടത്, അത് പഠിക്കാൻ മനഃപ്പാഠമാക്കുന്ന വിഷയത്തിലായിരുന്നാലും ഏത് വിഷയത്തിലാണ് ഖുർആൻ ഏത് രൂപത്തിലാണ് സമീപിക്കേണ്ടത് എന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ ആ ക്ലാസ്സിൽ ഇല്ലാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ആ ഒരു പോയിന്റ്സ് ഒന്ന് ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ തുടങ്ങുകയാണ്. അതിനുശേഷം നമുക്ക് സൂറത്തുൽ ഹാഖയിലേക്ക് പോകാം. വളരെ നല്ല രൂപത്തിലൊരു പ്ലാൻ, നീയത്താണ്, നമുക്ക് ആത്മാർത്ഥമായ നീയത്തോടു കൂടി തുടങ്ങി അല്ലെ. നമ്മളെല്ലാവരും അങ്ങനെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഖുർആൻ ഒരു മാറ്റം, ഇനി മുതൽ അങ്ങോട്ട് തുറന്നുള്ള ദിവസങ്ങൾ ഖുർആനിലൂടെ ഒരു മാറ്റം എനിക്ക് ആവശ്യമാണ് എന്നെല്ലാം തീരുമാനിച്ച് നീയത്തെടുത്താണ് നമ്മളെല്ലാവരും. ഇനി എൻ്റെ പാരായണത്തിലാവട്ടെ, എൻ്റെ പ്രവർത്തനത്തിലാവട്ടെ ഖുർആനിലൂടെ ഒരു മാറ്റം വരുത്താൻ ആ നല്ലൊരു നീയത്തോടെ തുടങ്ങി. അത് ഏറ്റവും രൂപത്തിൽ ഏതൊക്കെ രൂപത്തിലാണ് പ്ലാൻ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ റമദാനിലാവട്ടെ അല്ലാത്തപ്പോഴാവട്ടെ എപ്പോഴാണ് നമ്മൾ ഖുർആൻ പഠിക്കാൻ സമയം കണ്ടെത്തേണ്ടത്, നല്ലൊരു പ്ലാൻ ഏത് രൂപത്തിലാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, പ്ലാനിങ് ചെയ്ത് അതോടൊപ്പം തന്നെ അത് പറ്റിയ, നമുക്ക് ആരുടെയും ഒരു തടസ്സമില്ലാത്ത വളരെ സ്വസ്ഥമായിരുന്നു പഠിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം നമ്മുടെ വീടിന്റെ അകത്തോ എവിടെയെങ്കിലും ആവട്ടെ, നമുക്ക് ഏറ്റവും നല്ല ഓഫീസിലോ എവിടെയെങ്കിലും ആവട്ടെ, ആരുടെയും ശല്യമില്ലാത്ത ഒരു പ്ലേസ്. അത് സോഫയല്ല, ബെഡല്ല, ബെഡ്റൂം അല്ല, കിച്ചൺ അല്ല, നമുക്ക് ഉറക്കം വരാത്ത ഒരു മുസല്ലൊക്കെ വിരിച്ച് ഇരുന്ന് റൂമിൽ ചുമരിലേക്ക് നേരിട്ട് ഇരിഞ്ഞ പിന്നെ ശ്രദ്ധ തെറ്റിപ്പോകില്ല, ആ രൂപത്തിൽ ഇരുന്ന് അങ്ങനത്തെ ഒരു പ്ലേസ് സ്വീകരിച്ച് നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഖുർആൻ, അതായത് ആ ഖുർആൻ പേജുകൾ ഡിഫറൻറ്റ് വരാൻ പാടില്ല. അതായത് മറ്റൊരു തിരങ്ങാടി ഖുർആൻ അങ്ങനെ അതിന്റെ ലിപിയിലുള്ള മാറ്റങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിരമായിട്ടൊരു ഖുർആൻ. അപ്പൊ ഒരാൾ തിരങ്ങാടി ഖുർആൻ ഉപയോഗിക്കണമെങ്കിൽ സ്ഥിരമായിട്ട് അതിനെ ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും എല്ലായിടത്തും നമ്മൾ എവിടെ പോയി ലഭ്യമായ ഖുർആനായിട്ടുള്ള റസ്മു ഉസ്മാനി, ഗൾഫ് ഖുർആനൊക്കെ എല്ലാ പള്ളികളിലും എല്ലാ വീടുകളിലും ലഭ്യമാണ്. അപ്പൊ അതന്നെ ഉപയോഗിച്ച്
അത് സ്വന്തമായിട്ട് തന്നെ എന്ത് ചെയ്യാം, നമ്മൾ ആ ഖുർആൻ തന്നെ ആ ഒരു ലിപിയുള്ള ഖുർആൻ തന്നെ. ഞാൻ ഒരു ഖുർആൻ മാറിയാൽ ലിപി മാറ്റം വരരുത്, അതാണ് ആ ഒരു പേജ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ഖുർആൻ തന്നെ ചൂസ് ചെയ്യാം. അതിനുശേഷം ഏറ്റവും നല്ല കാര്യത്തിന്റെ അടുത്ത് ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നുന്ന കാര്യങ്ങളുടെ ഖിറാത്തുകൾ നിരന്തരം കേട്ടുകൊണ്ട്, അതാണ് ഇസ്തിമ ഞാൻ പറഞ്ഞിരുന്നത്. ലിസണിങ് ഉണ്ടാവണം, നമ്മൾ നന്നായിട്ട് ഖുർആൻ ആസ്വദിക്കണം, കേട്ട് ആസ്വദിക്കണം. അങ്ങനെ ഒരു ഇസ്തിമയിലൂടെ അത് നല്ല ഖിറാത്ത് സ്ഥിരമായിട്ട് കേട്ട് അത് പരിശീലിച്ചിട്ടുള്ള ഒരു തിലാവത്ത്, ഒരു ഖിറാത്തിലേക്ക് വരുന്നത്. അപ്പൊ അതിന്റെ തജ്വീദിന്റെ നിയമങ്ങളൊക്കെ നമ്മൾ അതിൽ പെട്ടു. അതിന്റെ അക്ഷരങ്ങളുടെ മഹ്റജ് ഒക്കെ അങ്ങനെ പരിശീലിച്ചു കൊണ്ടുള്ള ഒരു ഖിറാഅത്ത് നമ്മൾ ഇത് പരിശീലിക്കുക. അത് ഉണ്ടാവേണ്ടി ഇസ്തിമ ഉണ്ടായ ശേഷമാണ്, നന്നായിട്ട് കേട്ടതിന് ശേഷമാണ് ഖിറാഅത്തിലേക്ക് വരുന്നത്. അതിനുശേഷം ആ പഠിച്ച കാര്യം, ഓതാൻ പഠിച്ച കാര്യങ്ങൾ അതേ ശൈലിയിൽ ഹിഫ്ളാക്കാൻ, അല്ലെ ഫാസ്റ്റ് ആയിട്ട് ഓതി ഹിഫ്ളാക്കരുത്. ആ നമ്മൾ എങ്ങനെയാണോ പഠിച്ച ശൈലി അതേ ശൈലി തന്നെ ഹിഫ്ളാക്കി, ആ ഹിഫ്ളാക്ക കാര്യങ്ങൾ ഒന്നും കൂടി മനസ്സിലാക്കിയിട്ട്, അതാണ് ഫഹ്മ് എന്ന് പറയുന്നത്. ഹൈഫുല്ലൻ ഓ ഫഹ്മൻ. ഹിഫ്ളാക്കും വേണം, അത് മനസ്സിലാക്കണം. ഓരോ ആയത്ത് പഠിക്കുമ്പോൾ അതിന്റെ അർത്ഥം കൂടി പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിൽ നിൽക്കാനൊക്കെ നല്ലത് അങ്ങനെ അത്തരത്തിലുള്ള ഒരു പഠനമാണ്. അതോടൊപ്പം തന്നെ ആ പഠിച്ച കാര്യത്തെ നമ്മൾ തദബ്ബുർ ചെയ്യുക, നമ്മൾ മൈൻഡിലിട്ടൊന്ന് ചിന്തിക്കുക. ഞാൻ പഠിച്ച കാര്യങ്ങൾ ഇന്നതൊക്കെയാണല്ലോ, ഓരോ കാര്യങ്ങൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ ശാസ്ത്ര കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ എല്ലാം ഇത് നമ്മളൊക്കെ പഠിച്ച ആധുനിക കാലത്ത് ഒരുപാട് കാര്യം ഖുർആൻ ഇന്നും 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഖുർആൻ ഇന്നും അജയ്യമായി നിൽക്കുകയാണ്. അതിന്റെ വെല്ലുവിളിയൊക്കെ അതേപോലെ നിൽക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ നമ്മിലേക്ക് വേണ്ടി വരേണ്ടത്. അതേപോലെ തന്നെ ആ തദബ്ബറിനോടൊപ്പം, ആ ഒരു ചിന്തയോടൊപ്പം അതൊക്കെ പ്രവൃത്തി പദത്തിലേക്ക് പുതിയ പുതിയ ചിന്തകൾ കിട്ടുമ്പോൾ ആ ഒരു ഊർജം നമ്മുടെ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഒരു പഠനമാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചത്. അങ്ങനെ നമ്മൾ സൂറത്തുൽ ഹാക്ക പഠിച്ചു തുടങ്ങി. സൂറത്തുൽ ഹാക്കയുടെ 4 ആയത്തുകൾ നമ്മൾ പറഞ്ഞു പോലെ 4 ആയത്തുകൾ അതിന്റെ അർത്ഥ സഹിതം പഠിച്ചു. അപ്പൊ അത് പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കും എല്ലാവരും. മനപ്പാടാക്കിയിട്ടുണ്ടോ എല്ലാവരും? അസ്സലാമലൈക്കും. 4 ആയത്ത് പഠിച്ചിട്ടുണ്ട്. വലൈക്കും സ്സലാം. ഓക്കെ. അപ്പൊ അത് ഒന്ന് ചൊല്ലാനുള്ള അവസരമുണ്ട്. ഓരോരുത്തർക്ക് ചൊല്ലാൻ അങ്ങനെ ചൊല്ലാം, അല്ലെങ്കിൽ എല്ലാ ഗ്രൂപ്പായിട്ട് അങ്ങനെ ഏതായിരുന്നാലും നിങ്ങൾക്ക് ആരെങ്കിലും ചൊല്ലിയാൽ നന്നായി. ആരെങ്കിലും റെഡി ഉണ്ടോ? പേടിക്കൊന്നും വേണ്ട, നമ്മൾ കുറച്ച് ആളുകളെ ഈ ഗ്രൂപ്പിലുള്ളൂ. ചെല്ലട്ടെ, ഞാൻ പേടിയുണ്ടെങ്കിൽ നമുക്ക് ചൊല്ലിക്കോ. أعوذ بالله من الشيطان الرجيم. الحاقة ما الحاقة وما أدراك ما الحاقة كذبت ثمود وعاد بالقارعة ما شاء فأما الله. ثمود فأهلكوا بالطاغية. അയ്യോ മാഷാ അല്ലാഹ് അലൈക് ബാറക്കല്ലാഹു ഫീക് അഹ്സൻതി. ഉഷാറായി തന്നെ ചൊല്ലി. തജ്വീദിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ച് തന്നെ അത് പാലനം ചെയ്തിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്. അപ്പം ഇത് മുമ്പ് തജ്വീദിന്റെ നിയമങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതുകൊണ്ടായിരിക്കും ഒത്തിരി ഉഷാറായി ചൊല്ലിയത്. നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ ചേഞ്ച് വരാൻ സാധ്യതയില്ല. ചേഞ്ച് വരുന്ന അങ്ങനെ ആയിട്ടില്ല, നമ്മൾ കുറച്ച് തുടങ്ങിയിട്ടുള്ളൂ. അപ്പം അൽഹംദുലില്ലാഹ് നിങ്ങൾ മുമ്പ് തജ്വീദ് പഠിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ്. മാഷാ അല്ലാഹ്. എന്നിരുന്നാലും ഇനിയും പുതിയ പുതിയ ഖിറാഅത്തുകൾ കേട്ട് നല്ല ചേഞ്ചസ് വരുത്താൻ സാധിക്കും. ഓക്കെ. അപ്പൊ ഇനി ബാക്കിയുള്ളവർക്ക് എല്ലാവരും കൂടി ഓരോരുത്തർ ചെല്ലിപ്പിക്കാൻ നമ്മൾ ഒരു അരമണിക്കൂർ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് ചെല്ലാം അല്ലെ? ശരി കൂടെ? ഓക്കെ. أعوذ بالله من الشيطان الرجيم. يلا. بسم الله الرحمن الرحيم. الحاقة ما الحاقة. നിങ്ങൾ മ്യൂട്ട് ചെയ്ത് എന്റെ കൂടെ ചെല്ലുന്ന വിചാരിക്കുന്നു. وما أدراك ما الحاقة كذبت ثمود وعاد بالقارعة. ഈ 4 ആഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ രൂപത്തിൽ തന്നെ തജ്വീദ് നിയമങ്ങളൊക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് തന്നെ പരിശീലിക്കുക. ഇന്ന് നമുക്ക് അത് അടുത്ത ആയത്തിലേക്ക് പോകാം. അപ്പൊ ഇതൊന്ന് അർത്ഥം, സൂറത്തുൽ ഹാഖയുടെ അർത്ഥം. വിശുദ്ധ ഖുർആനിലെ 69-ാമത്തെ അധ്യായം അല്ലെ, നമ്മൾ പറഞ്ഞു 52 ആയത്തുള്ള ചെറിയൊരു അധ്യായം പഠിക്കാനൊക്കെ ഏറ്റവും ഓർമ്മയിൽ നിൽക്കാനൊക്കെ ഉള്ള
ഇതിന്റെ വിഷയങ്ങൾ, പ്രതിപാദ്യ വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പരലോകത്തെ കുറിച്ചാണ് അല്ലെ. മക്കയിൽ ഇതിന്റെ ഓരോ സൂറത്ത് ഇറങ്ങിയതിന്റെ സബബുൻ നുസുൽ ഒക്കെ പറയാറുണ്ട്. അത് ഇറങ്ങാനുണ്ടായ കാരണം, മക്കയുണ്ടായിരുന്ന ഖുറൈശിയുടെ വിശ്വാസം ബഹുദ വിശ്വാസമായിരുന്നു. അതേപോലെ തന്നെ പരലോകത്തിന് നിഷേധിക്കുന്ന ആളായിരുന്നു. പരലോകത്തെയും അതേപോലെ തന്നെ വിചാരണയ്ക്ക് നിഷേധിക്കുന്ന ആൾ. അപ്പൊ മക്കിയായ സൂറത്തുകൾ മിക്കതും വിശ്വാസപരമായ കുറെ കാര്യങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയുള്ള ആയത്തുകളാണ്, സൂറത്തുകളാണ്. അതിൽപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ഹാഖ. അപ്പൊ വളരെ അതിന് 2 റുക്കുവാണ്. റുക്കു എന്ന് പറഞ്ഞാൽ 2 പ്രതിപാദ്യ വിഷയങ്ങളാക്കി തിരിക്കുന്ന ഒരു രൂപത്തിൽ ഖുറാനിൽ പറയാനുണ്ട്. ഹിസ്ബ് ഖുറാനിലുണ്ട്, റുക്കു ഉണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് വരും ദിവസം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ജുസ് നമുക്കറിയാം, ജുസ് പറഞ്ഞാൽ 30 ജുസ് ആണ് ഖുറാൻ അല്ലെ. അതേപോലെ 60 ഹിസ്ബാണ് ഖുറാൻ. അതേപോലെ ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ തിരിക്കുന്നതിനാണ് റുക്കു എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ നിങ്ങൾ തഫ്സീറിൽ കാണാം, വിഭാഗം 1 ഒക്കെ ഇങ്ങനെ കാണിക്കുന്നതാണ്. അതാണ് റുക്കു എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഈ 4 ആയത്തുകൾ അൽ ഹാഖ എന്നതിന്റെ അർത്ഥം യഥാർത്ഥ സംഭവം അല്ലെ. മൽ ഹാഖ, എന്താണ് ആ യഥാർത്ഥ സംഭവം. വമാ അദ്റാക മൽ ഹാഖ, എന്താണ് ആ യഥാർത്ഥ സംഭവം നിനക്കറിയുമോ. കദ്ദബത് സമൂദു വആദും ബിൽ ഖാരിഅ, എന്താണ് സമൂദ് ഗോത്രവും അതേപോലെ തന്നെ ആദ് അല്ലെ സമുദായം എന്ത് ചെയ്തു, ആ മുട്ടി അലക്കുന്ന ആ ഘോരമായ വമ്പിച്ച പേടിപ്പെടുത്തുന്ന ആ ഒരു സംഭവത്തെ നിഷേധിച്ചു, കളവാക്കി. തുടർന്ന് അള്ളാഹു പറയാ فأما ثمود فأما നോക്കുക. ഈ ഖുർആൻ എന്താണ് തജ്വീദ് റൂൾസ് കാണിച്ചിട്ടെങ്കിലും അവിടെ അലിഫിന്റെ മുകളിൽ ഹംസ ഉണ്ട് കേട്ടോ. ശരിക്കും ഹംസ ഇട്ടാലേ കറക്റ്റ്. ഇവിടെ ചില ഖുർആനിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇതിലൊറ്റ ഖുർആനിലും ഹംസത്തിൽ ഖത്ത് ഇട്ടിട്ടില്ല. ഒറ്റ ഈ ഒരു പേജ് അങ്ങനത്തെ പേജാണ് അതോ എന്താ ചെയ്യാ ഖത്തിന് ചില ലിപിയുടെ പ്രശ്നമാണ്. ഇവിടെ ശരിക്കും ഹംസ ഉണ്ട്, അലിഫിന് മുകളിൽ ഹംസ വേണം. ഫ എന്ന് സൗണ്ട് ഉച്ചരിക്കണം. ഫ. പിന്നെ ശേഷം വരുന്ന മീമിന് മുകളിൽ ഷദ് കാണാം. ഷദ്ദുള്ള മീമും നൂനും ഉന്ന കൊടുക്കണം. മീമും നൂനും ഷദ് വന്നു കഴിഞ്ഞാൽ 2 അക്ഷരം എന്ത് ചെയ്യാം, ഒരു താളം കൊടുക്കുക. ഉന്ന എന്ന് പറഞ്ഞാൽ ഒരു താളം. ആ ഒരു താളത്തിനാണ് ഉന്ന എന്ന് പറയുന്നത്. നമ്മുടെ സംഗതി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ഒരു താളം കൊടുക്കുക. 2 അക്ഷരം ആ സമയത്തിന്റെ ആ 2 സെക്കൻഡ് സമയം എന്ത് ചെയ്യാം, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു നിൽക്കുക, വിടരുത്. ഫമ്മ എന്ന് ഓതരുത്. ശ്രദ്ധിക്കണേ, ഫ ഉച്ചരിക്കേണ്ടത് മേലത്തെ പല്ല് താഴത്തെ ലിപ്പിലാണ്. ഫ നമ്മള് ഫ എന്ന് പറയരുത്. ഫ കുറച്ച് ഇമാരത്ത് കൊടുത്തത്. ഫ അവിടെ അങ്ങനെ എന്നിങ്ങനെ വായുവിടത്തിട്ടല്ല, ചെരിച്ചിട്ട് കുറച്ച് 20 അക്ഷരങ്ങൾ ചെരിച്ചും ചിരിച്ചും പറയേണ്ട അക്ഷരങ്ങളാണ്. ഇതിൽപ്പെട്ടതാണ് ഫ, ഈ 3 അക്ഷരപ്പെടുന്നത്. അടുത്ത അക്ഷരം ഫ എന്ന അക്ഷരം നേരത്തെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്, നേരത്തെ പല്ലിന്റെ താഴെ ഭാഗത്ത്. തൊട്ട് വാവ് മദ് തുബഇ ഹർക്കത്ത്, സാധാരണ മദ്, വെറുതെ നീട്ടേണ്ട ആവശ്യമില്ല. നമ്മള് വെറുതെ നീട്ടി കഴിഞ്ഞാൽ എന്താ ബോറാവും. അപ്പൊ നമ്മള് മലയാളത്തില് ഇപ്പൊ ഇതിനോട് പേന എന്ന് പറയുകയാണെങ്കിൽ അത് പേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നീട്ടി കഴിഞ്ഞാൽ കേൾക്കും അരോസര സാധനങ്ങളില്ലായി മാറും അല്ലെ. അതേപോലെ ചൂല് എന്ന് പറയൂല അല്ലെ. അപ്പൊ അതങ്ങനെ വെറുതെ നിർത്തിക്കഴിഞ്ഞാൽ ആ സാധനം അല്ലാതായി മാറും നമുക്ക്. അപ്പൊ അതേപോലെ നമ്മൾ ഇവിടെ വെറുതെ നിർത്തരുത്. സമൂതു എന്ന് അങ്ങനെ നിർത്തരുത് നടത്തും. 2 അക്ഷരം മാത്രമേ നിർത്തേണ്ടുള്ളൂ. സാധാരണ മദ് 2 അക്ഷരം നിർത്തുള്ളൂ. എപ്പോഴാണ് വലിയ മദ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം ഏതൊക്കെ ഹുറൂഫുൽ മദ്, ഐവ, അലിഫ്, യാവ അല്ലെ. അലിഫ്, യാവ ഇതാണ് മദ് നീട്ടാനുള്ള അക്ഷരങ്ങൾ. ഇതിന് ശേഷം ഹംസ ഉണ്ടോ അല്ലെങ്കിൽ ഷദ്ദോ സുക്കൂനോ ഉണ്ടോ, അപ്പോഴേ വലിയ മദ്ദാവുള്ളൂ. ഈ മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം ഹംസ വരിക, ഒന്നുകിൽ അതേ വേർഡില് അല്ലെങ്കിൽ വേറെ വേർഡില് ഹംസ തൊട്ട് ശേഷം ഈ മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം, അല്ലെങ്കിൽ സുക്കൂനോ ഷദ്ദോ വരിക, അപ്പോഴേ വലിയ മദ് വരുള്ളൂ. അല്ലാത്ത സമയത്ത് വലിയ മദ്ദില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ പിന്നെ നമ്മൾ നിർത്തുന്ന സമയത്ത് സുക്കൂൻ ആക്കുമ്പോഴും എന്ത് ചെയ്യും, താൽക്കാലികമായ സുക്കൂൻ കൊടുക്കുമ്പോഴും വലിയ മദ് ഉണ്ടാവും. അല്ലാത്ത സമയത്തൊന്നും വലിയ മദ് വരുന്നില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കും മദ്ദിന്റെ പാഠം നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കും. എന്നാൽ സമൂദ് ഗോത്രത്തെ അവരെന്ത് ചെയ്തു, അള്ളാഹു നശിപ്പിച്ചു.
തോഹിയ തൊക എന്ന് പറഞ്ഞാൽ അതിരി കവിഞ്ഞ് ഓവറായി നടക്കും. തോഹിയ അതിരി കവിഞ്ഞ ഒരു വിപത്ത് പോലെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു. ആരെ? സമൂദ് ഗോത്രത്തെ. സമൂദ് ഗോത്രത്തെ അള്ളാഹു فأما ثمود فأهلكوا بالطاغية സൂറത്ത് ഹൂദിൽ 67 പറയുന്നുണ്ട് وأخذ الذين ظلموا الصيحة فأصبحوا في ديارهم جاثمين وأخذ الذين ظلموا الصيحة അവരെ ശക്തമായ ഒരു ഘോര ശബ്ദ പിടിപെടും സമൂദ് ഗോത്രത്തെ. നമുക്കറിയാം സമൂദ് ഗോത്രം സ്വാലിഹ് നബിന്റെ സമുദായമായിരുന്നു അല്ലെ. ഒരു ഒട്ടകത്തെ എന്ത് ചെയ്യണം, ഒരു ആ കാണുന്ന മലയിൽ നിന്ന് പ്രത്യക്ഷപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞപ്പോ അതും എന്ത് ചെയ്തത് അള്ളാഹു ചെയ്തു കൊടുക്കുന്നത്. സ്വാലിഹ് നബി അലൈഹി സ്വലാം അള്ളാഹുയോട് പറഞ്ഞു, എന്റെ സമൂഹം, എന്റെ ജനത പറയുന്നത് ആ കാണുന്ന മലയിൽ നിന്ന് ഒരു ഒട്ടകത്തെ കൊണ്ടുവരാനാണ്. അങ്ങനെ ആ ഒട്ടകത്തെ എന്ത് ചെയ്യാണ്, ഒരു മലയിൽ നിന്ന് മല പിളർത്തി ഒട്ടകത്തെ കൊടുത്തപ്പോ ആ ഒട്ടകത്തെ അള്ളാഹുവിന്റെ നാക്കത്ത് പോലെ ആ ഒട്ടകത്തെ എന്ത് ചെയ്തു, അവര് അറുത്ത് കളഞ്ഞു. നമ്മൾ സൂറത്തു ഷംസിൽ പറയുന്നത് അല്ലെ, നാക്കത്തുള്ള അവിടെ അള്ളാഹുവിന്റെ ഒട്ടകത്തെ അവരെ അറുത്ത് കളഞ്ഞു. കറൂഹ അതിനെ അവരെ അറുത്ത് കളഞ്ഞു. അതിന്റെ അവരെ അങ്ങേയറ്റ ധിക്കാരികളായിരുന്നു അല്ലെ. സ്വന്തമായി ഒരുപാട് വീടുകളൊക്കെ നിർമ്മിക്കാൻ, ഇതൊക്കെ പാറ തുറന്ന് വീടുണ്ടാക്കുന്ന വലിയ വലിയ പാറകൾ തുറന്ന ഡിസൈനാക്കി വീടുകൾ ഉണ്ടാക്കിയാൽ അഹങ്കരിച്ചു, ഇത് ഞങ്ങളെ കൈകൊണ്ട് ചെയ്താന്നൊക്കെ പറഞ്ഞാൽ അഹങ്കരിച്ചപ്പോൾ അള്ളാഹു അങ്ങേയറ്റത്തെ അഹങ്കാരം അവർക്ക് ഉണ്ടായപ്പോൾ അവർ നശിപ്പിച്ചു കളഞ്ഞു. ഒരു ഘോര ശബ്ദം പിടികൂടിയാണ് സൂറത്ത് ഹൂദ് 67 പറയുന്നത്. ഓക്കെ, അവിടെ സമൂദ് ഗോത്രം അവരെന്ത് ചെയ്തു, ഒരു വലിയൊരു വിപത്ത് കൊണ്ട്, അത് അതിര് കഴിഞ്ഞ വിപത്ത് കൊണ്ട് അവർ അള്ളാഹു നശിപ്പിച്ചു അല്ലെ. അവര് അതിര് കവിഞ്ഞതിനാൽ അവരെ നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ ആയത്ത് നോക്കുക. സമൂദ് സമുദായവും അവിടെ ഹംസത്തുൽ ഖത്ത് ആണ് അതിനകത്ത്. അപ്പം ലിപി മാറ്റി ശരി അതെ. ഫഉഹ്ലികു അവിടെ വാവിന് ശേഷം ഒരു സിഫർ കാണാം, ശ്രദ്ധിച്ചു. അലിഫ് സിഫർ, അലിഫിന്റെ മുകളിൽ ഒരു 0. ഖുർആനിൽ ഇത്തരം പൂജ്യങ്ങൾ നമ്മൾ പലപ്പോഴും ഓതുമ്പോൾ തെറ്റായി ഓതാറാണ് ചില ആൾക്കാർ. ഇത് മദ്ദിന്റെ അലിഫല്ല. ഇപ്പം ചില ആൾക്കാര് സൂറത്തുൽ കഹ്ഫ് ഓതുമ്പോൾ അവിടെ ലാകിന്നഹു അല്ലാഹു എന്ന് തോന്നുന്ന ആൾക്കാരുണ്ട്. ലാകിന്ന എന്നില്ല. ഈ ലാകിന്നയുടെ മുകളിൽ അലിഫ് സിഫർ മുസ്തഖീലാണ്. മുസ്തദീർ 2 തരം പൂജ്യങ്ങൾ ഖുർആനിലുണ്ട്. ഇവിടെ കാണുന്നത് ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ള മുസ്തദീറാണ്. ഇത് ചിലത് ഇങ്ങനെ അന എന്നൊക്കെ എഴുതുമ്പോൾ സൂറത്തുൽ കാഫിറൂൻ എടുത്തു കഴിഞ്ഞാൽ ഈ അനന്റെ ഒക്കെ മുകളിൽ, ആ അലിഫിന്റെ മുകളിൽ നീണ്ടൊരു പൂജ്യം ഉണ്ടാവുക. നിങ്ങൾ സൂറത്തുൽ കാഫിറൂൻ എടുത്ത് നോക്കിയാൽ കാണാം. അതാണ് സിഫർ മുസ്തഖീൽ. അതിൽ നിർത്തുമ്പോൾ ശബ്ദമുണ്ട്, കൂട്ടി ഓതുമ്പോൾ ശബ്ദമില്ല. എന്നാ ഇതിന് ഇങ്ങനെ കാണുന്ന സിഫർ മുസ്തദീറിന് ഇങ്ങനെ ഈ ഒരു അലിഫിന്, അലിഫല്ല ഈ ഒരു പൂജ്യത്തിന് ഇത് അലിഫിന്റെ മുകളിൽ കാണാം, വാവിന്റെ മുകളിൽ കാണാം, യാവിന്റെ മുകളിലൊക്കെ ഉണ്ടാവും. ഇതിന് എന്തില്ല, റീഡിങ്ങിൽ ഒന്നും ഇവിടെ നിർത്തുമ്പോഴും ഇല്ല, കൂട്ടി ഓതുമ്പോൾ എന്തില്ല, അതിന് സൗണ്ട് ഇല്ല. അത് എഴുത്തിൽ മാത്രമേ ഉള്ളൂ, റീഡിങ്ങിൽ ഇല്ല എന്ന് മനസ്സിലാക്കി വെക്കുക. സൗണ്ട് ത്രോട്ടെന്നാണ്. ആ നേരത്തെ നോക്കി. എന്നാൽ സമൂദ് ഗോത്രത്തെ അല്ലാഹു ചെയ്തു അത്യന്തം ഭീകരമായ ഒരു ശിക്ഷ കൊണ്ട് തന്നെ നശിപ്പിച്ചു കളഞ്ഞു അല്ലെ. അതിഭീകരമായിട്ടുള്ള അതിരി കവിഞ്ഞിട്ടുള്ള ശിക്ഷ. അതിരി കവിഞ്ഞ ശിക്ഷ എന്നാണ് അത്യന്തം ഭീകരമായ ശിക്ഷ. അങ്ങനെ സമൂദ് ഗോത്രത്തെ അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു. അപ്പം നമ്മൾ ഇതിൽ പഠിക്കുന്ന, ഞാൻ പറഞ്ഞു എന്താണ്, മക്കയുണ്ടായിരുന്ന മുശ്രിക്കുകൾ പരലോകത്തെ നിഷേധിച്ചിരുന്നു അല്ലെ, വിചാരണ നിഷേധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മുൻകഴിഞ്ഞ സമുദായത്തെ അള്ളാഹു നശിപ്പിച്ചത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മുൻകഴിഞ്ഞ സമുദായത്തെ നശിപ്പിച്ചതൊക്കെ അതൊരു പാടാണ്. ആ പാഠം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് മുൻകഴിഞ്ഞ സമുദായത്തെ അള്ളാഹു ഇത്തരത്തിൽ നശിപ്പിച്ചിട്ടുണ്ട്. അതേപോലത്തെ ശിക്ഷ നമ്മളും അതിര് കവിയുകയാണെങ്കിൽ, നമ്മളും അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്കും വരാം എന്നുള്ളത് ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അടുത്ത ഈ ആയത്ത് ക്ലിയർ ആണല്ലോ. ആകെ മണിക്കേണ്ട ഒരു സ്ഥലത്തേ ഉള്ളൂ, മീം ഷദ്ദുള്ള മീം മാത്രം. അടുത്തത് അവിടെയൊക്കെ സാധാരണ മദ് മാത്രമേ ഉള്ളൂ അതല്ലേ, 2 അക്ഷരം മാത്രം വന്നിട്ട് അലിഫിന് ശേഷം മദ്ദിന് ശേഷം ഹംസയോ സുക്കൂനോ ഷദ്ദോ ഒന്നും വന്നിട്ടില്ല.
ശബ്ദുള്ള നിയമം രണ്ടക്ഷരം മണിക്കുക. അദ്വൻ ഓക്കെ, അദ്വൻ തൻവീൻ ബിൽ വമ്മ. നമുക്കറിയാം ഈ തൻവീന്റെ ശബ്ദം നോക്കുക. ഉൻ, ഇൻ, അൻ. തൻവീന്റെ ശബ്ദമാണല്ലോ ഫത്ഹ, അൻ. തൻവീൻ ബിൽ കസ്റാണെങ്കിൽ ഇൻ. തൻവീൻ ബിൽ വമ്മയാണ്. തൻവീൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത ആരെയുണ്ടോ? തൻവീൻ എന്ന് പറഞ്ഞാൽ ഫത്ഹ, കസ്റ, ലൊമ്മ ഇരട്ടിച്ച് വരുന്ന, അതിനാണ് തൻവീൻ എന്ന് പറയുന്നത്. രണ്ട് ഫത്ഹ, രണ്ട് കസ്റ, രണ്ട് ലൊമ്മ അവിടെ അടിയളപ്പെടുത്തേക്കാണ്. അതാണ് തൻവീൻ. ഇപ്പൊ തൻവീൻ ലൊമ്മയാണ്, ലൊമ്മ കൊണ്ട് തൻവീനാവുന്നത്. ഇങ്ങനെ തൻവീന് ശേഷം ഏത് അക്ഷരങ്ങൾ വരുന്നു അതിനനുസരിച്ച് ഇങ്ങനെ ജീവിത റൂൾസ് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഇൻഷാല്ല തൻവീന് ശേഷം തൻവീനെയും സുക്കുനൂനെയും ബേസ് ചെയ്ത് കുറച്ച് നിയമങ്ങൾ പഠിക്കാനുണ്ട്. അത് നമുക്ക് സ്ലൈഡ് വെച്ച് തന്നെ പഠിക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ ആ നിയമം എന്താന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ആദുൻ, ആ തൻവീന്റെ സൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മറച്ചു വെക്കണം. അതൊന്നും ഉച്ചരിക്കൂല. ശേഷം ഫ വന്നുകൊണ്ട് എന്നിട്ട് അതിനെ ഹൈഷൂമിലേക്ക് നമ്മൾ തരിമൂക്കിലേക്ക് കൊണ്ടുപോകണം. ആദു, ആ ശബ്ദത്തിന് കേട്ടോ, എന്ന ശബ്ദത്തിന് നമ്മൾ തരിമൂക്കിലേക്ക് കൊണ്ടുപോകുക. എന്നിട്ട് ഒരു ഹുന്ന കൊടുക്കുക, ഒരു രണ്ടക്ഷരം താളം കൊടുക്കുക. ആദു വഅമ്മാ ആദു ദുൻ എന്ന് പറയാതെ ആ തരിമൂക്കിൽ നമ്മൾ ഹൈഷൂമിലേക്കാണ് ആ താളം കൊണ്ടുണ്ട്. എന്നിട്ട് ഫ ആദു ഫഉഹ്ലികു, ഫഉഹ്ലികുടെ ഹംസ കറക്റ്റ് ഉച്ചരിക്കണം. ഫഉഹ്ലികു കേണ്ട അക്ഷരം പിന്നെ താഴെ തൊണ്ടയുടെ ഏറ്റവും താഴെയുള്ള അക്ഷരം ഉഹ്ലികു ബിരീഹിൻ സർസറിൻ ആതിയ. ബിരീഹിൻ, ബിരീ അവിടെ രണ്ടക്ഷരം നിർത്തിയാൽ മതി. ബിരീഹിൻ അവിടെ റീഹിൻ. നേരത്തെ ആദ്വൻ പോലെ റീഹിൻ തൻവീൻ ബിൽ കസ്റയാണ്. ആ തൻവീൻ ശേഷം സ്വാദ വന്നു. അവിടെ ഇതേ നേരത്തെ പാലിച്ച അതേ നിയമം തന്നെ. ആ തൻവീന്റെ സൗണ്ടിനെ ഹൈഡ് ചെയ്യുക. ഹൈഡ് ചെയ്യുന്നതിന് പറയാം മറക്കിന് യഹ്ഫ എന്ന് പറയാം. യഹ്ഫ. എന്നിട്ട് താളം കൊടുക്കുക. ഗുന്ന, താളത്തിന് ഗുന്ന. യഹ്ഫ ബി ഗുന്ന. അപ്പൊ രണ്ട് സ്ഥലത്തും യഹ്ഫ ബി ഗുന്ന തന്നെയാണ്. ബിരീഹിൻ, റീഹിൻ എന്ന് പറയാതെ ബിരീഹിൻ സർസറിൻ, ബിരീഹിൻ സർസറിൻ. അപ്പൊ അവിടെ അമ്മ ആദിന്, ആദ് സമയത്ത് അള്ളാഹു ഫഉഹ്ലികു അവരെ നശിപ്പിച്ചിട്ടുണ്ട്. ബിരീഹിൻ ഒരു കാറ്റ് കൊണ്ട്. എങ്ങനത്തെ കാറ്റാ? സർസറിൻ ശരശരയുള്ള അതിവേഗത്തിൽ വീശുന്ന കൊടുങ്കാറ്റ് രൂപത്തിലുള്ള കാറ്റ്. ആതിയ ശക്തമായ. ഇപ്പോൾ സർസറിൻ, സ്വർ എന്നുള്ളത് തഫ്ഹീമാണ്, എന്നുള്ളത് ഉച്ചരിക്കണം. സ്വർ, സർസറിൻ. സ്വറിൻ എന്ന് പറയില്ല, റിൻ. സർസറിൻ അവിടെ കസ്ർ തർക്കിക്കായിട്ട് റിൻ. ശേഷം നോക്കുക സർസറിൻ എന്ന് ശേഷം തൻവീന്റെ ശബ്ദത്തിന് ശേഷം ഈ അല്ലെങ്കിൽ സുക്കൂൻ നൂന്റെ ശബ്ദം രണ്ടു പറഞ്ഞ ഒരേ ശബ്ദം എന്ന് പറഞ്ഞു. അൻ, ഇൻ, ഉൻ. സുക്കൂൻ നൂന്റെ ശബ്ദം എൻ. ആ ശബ്ദത്തിന് ശേഷം തൊണ്ടയത്തെ അക്ഷരങ്ങളാണ് വരുന്നതെങ്കിൽ, തൊണ്ടയിൽ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് വരുന്നതെങ്കിൽ ആ ശബ്ദത്തിനെ ക്ലിയർ ആക്കിയിട്ട് വേണം ഉച്ചരിക്കുക. അതായത് ആ തെൻവീന്റെ ശബ്ദത്തിനെ അല്ലെങ്കിൽ സുക്കൂൻ നൂന്റെ ശബ്ദത്തിന്. ഇവിടെ സൊർസരിൻ എൻ എന്നുള്ളത് ക്ലിയർ ആക്കണം. കാരണം പിന്നെ ത്രോട്ടത്തെ അക്ഷരം എടുക്കാനുള്ളത്. ത്രോട്ടത്തെ അക്ഷരം എടുക്കണമെങ്കിൽ ഈ ശബ്ദം ക്ലിയർ ആക്കിയിട്ട് വേണം പോകാൻ. അപ്പൊ സൊർസൊറിൻ എന്ന് മീമാക്കുക എന്ന് പറയും. സൊർസരിൻ അങ്ങനെ ഇന്നെ കറക്റ്റ് ഉച്ചരിക്കുക. ആ തെൻവീന്റെ ശബ്ദത്തെ എന്ന് കേൾക്കണം, മണിക്കൊന്നും വേണ്ട. അതാണ് ഇൽഹാർ എന്ന് പറയുന്നത്, ക്ലിയർ ആക്കുക. ബിരീഹിൻ സർസറിൻ ആതിയ, സർസറിൻ ആതിയ. അവിടെ തൻവീന്റെ ശബ്ദത്തെ നന്നായി ക്ലിയർ ആക്കി. ഒരിക്കലും മൻ ആമന എന്ന് നോക്കരുത്. മൻ ആമന അല്ലോ, മിൻ ഖൗഫ്, മിൻ ഖൗഫ് അങ്ങനെ തന്നെ. അവിടെ റസൂലുൻ അമീൻ, റസൂലുൻ അങ്ങനെ കറക്റ്റ് ആയി ഉച്ചരിക്കുക. ശേഷം ത്രോട്ടത്തെ അക്ഷരമുണ്ട്. അതേപോലെ നാറുൻ ഹാമിയ, നാറുൻ അവിടെ ക്ലിയർ ആയിട്ട് ഉച്ചരിക്കുക. നാറുൻ ഹാമിയ. അതേപോലെ സർസരിൻ ആതിയ. അപ്പം അയിന് ത്രോട്ടത്തെ അക്ഷരമാണ്, തൊണ്ടയത്തെ അക്ഷരമാണ്. അപ്പൊ ഇവിടെ തൻവീനെ ആ ശബ്ദത്തിനെ ക്ലിയർ ആക്കി വേണം അയിന് ഉച്ചരിക്കാൻ. സർസരിൻ, സർസരിൻ ആതിയ, ആതിയ. അപ്പൊ ആയത്തൊന്ന് കേൾക്കാം. وأما عاد فأهلكوا بريح صرصر عاتية، بريح صرصر عاتية. صرصر صرصر അതെ എൻ ക്ലിയറായിട്ട് ശരിക്കുക. മണിക്കുന്നില്ല, സൊർസരിൻ എന്ന് മണിക്കരുത്. സർസറിൻ ആതിയ. ക്ലിയർ? അപ്പൊ ഇതാണ് ആ ആയത്തിലെ നിയമങ്ങൾ. അള്ളാഹു എന്ത് ചെയ്യാണ്? ആദ് സമുദായത്തെ ആഞ്ഞു വീശുന്ന ശക്തമായ കൊടുങ്കാറ്റുണ്ട് അല്ലെ, അള്ളാഹു ദേവനെ നശിപ്പിച്ചു കളയുന്നു. എത്രത്തോളം ഉണ്ട് ആ കാറ്റിന്റെ കൂക്ക്? സഖറഹ അലൈഹിം. സഖ, സഖ ആ സൗണ്ട് നോക്കുക. സഖ, നമ്മൾ കഫെടുത്ത സൗണ്ട്.
സഖറഹ സഖറ ഇത് വായ വിടർത്തിയിട്ട് സഹ ഹ എന്ന് പറയരുത്. വായ വിടാതെ വായ ഇങ്ങനെ ഓ ഷേപ്പിൽ സഹ സഹ ഹ എന്ന് വരുള്ളൂ. ഹ അങ്ങോട്ട് ഇങ്ങനെ ആ ശബ്ദം ഇങ്ങനെ പരന്നു പോകരുത്. സഹ ഒരു തഫ്ഹീമായ ലെറ്റർ ആണ്. ഹുറൂഫുൽ ഇസ്തിഅല ആണ്. നമ്മൾ പഠിച്ചിരുന്നു ഖുസ്സ ലഗ്തിൻ ഖിൽ. ഈ 7 അക്ഷരങ്ങളാണ് ഹുറൂഫുൽ ഇസ്തിഅല. നമ്മൾ ഓരോന്ന് ഇൻഷാ അല്ലാഹ് പഠിക്കും. അപ്പൊ സഖറഹ അവിടെ സ ചേർച്ചാണ് ഉച്ചരിക്കുന്നത്. മറ്റേ സഖറഹ 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 ഖാവും റാവും തഫ്ഖീമായിട്ട് ഉച്ചരിക്കണം. ഹ പിന്നെ ചെരിഞ്ഞു പോയി. സഖറഹ അലൈഹിം അലൈഹിം വീണ്ടും ഹ അവിടെ അലിഫ് മദ് തുബിയ സാധാരണ മദ്ദാണ്. അലൈഹിം സഖറഹ അലൈഹിം സബഅ അവിടെ ഹുറൂഫുൽ കൽക്കലയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നു കൽക്കല അല്ലേ? ഖുതുബു ജദ് ഖാഫ് തോ ബ ജീം ദാൽ. ഈ അക്ഷരം പ്രത്യേകം നമ്മൾ പാടി പഠിച്ചിരുന്നു. എന്താണ് അല്ലേ? സാക്കിനത്തായുള്ള നേരം പോലും വ്യക്തമായി ഓതേണം ആ അക്ഷരം അല്ലെ? സുക്കൂനാണെങ്കിൽ എന്താണ് വ്യക്തമാ? സബ് പുറത്തേക്ക് തെറിപ്പിക്കുക. സബ് അവിടെ നോക്കുക. തെൻവീന് ശേഷം വാവ വന്ന് തെൻവീന് ശേഷം മീമ് യാ വാവിന് തെൻവീന സുക്കൂനൂന് ശേഷം മുയ്വൻ മീമ് യാ വാവ് നൂന് ഓർക്കാൻ മുയ്വൻ ഓർത്ത് വെക്കുക. മുയ്വൻ മീമ് യാ വാവ് നൂന്. ഈ മുയ്വനായ എന്ത് ചെയ്യണം? മേജ് ചെയ്യാലേക്ക് ആ കൂട്ടിച്ചേർക്കുക. ആ ശബ്ദത്തിനെ വാവിലേക്ക് ചേർക്കുക. ലയാലിയൂവ ലയാലിയൂവ. ഇതിനെയാണ് തെൻവീൻ അതിന് ശേഷം വാവ് വരുമ്പം ഇദ്ഗാം എന്ന് പറയും. ഇദ്ഗാം ആ ദമ്മാക്ക കൊണ്ട് പറയും. ഇദ്ഗാം കൂട്ടിച്ചേർക്കും. അതെല്ലാം കൂടി കൂട്ടിച്ചേർക്കും. നമ്മൾ ബിരിയാണിയൊക്കെ വെക്കില്ല. അതെ കൂട്ടിച്ചേർക്കും. ഇദ്ഗാം ബിഗുന്ന ഒരു താളം കൊടുത്തിട്ട് ഒരു ട്യൂണ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം? ഇദ്ഗാം ചെയ്യുക. അതായത് കൂട്ടിലേപ്പിക്കുക. അപ്പൊ തൻവീന് ശബ്ദത്തെ വാവിലേക്ക് ഏതൊക്കെ ആ തെൻവീന് ശേഷം ഏതൊക്കെ ലെറ്റേഴ്സ് വന്നാലും തെൻവീന് അൽ സുക്കൂനൂന് ശേഷം മീമ് യാ വാവ് നൂന് വന്നാലാണ്. ഇഖ്ഫാബിയുടെ ലെറ്റേഴ്സ് 15 ഉണ്ട്. ഇൻഷാല്ലാ ബാക്കിയുള്ള റൂൾസ് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി എളുപ്പമാണ് ഇഖ്ഫാബിനെ പഠിക്കാൻ. അപ്പൊ ഇവിടെ മീമ് യാ വാവ് നൂന് ഓർത്ത് വെക്കുക. ആ തെൻവീന്റെ ശബ്ദത്തിന് ശേഷം വാവോ അല്ലെങ്കിൽ മീമോ അല്ലെങ്കിൽ യാ നൂനോ വന്നു കഴിഞ്ഞാൽ ആ ശബ്ദത്തെ ആ തെൻവീന്റെ ശബ്ദത്തെ ഈ ലെറ്റേഴ്സിലേക്ക് കൂട്ടിച്ചേർക്കണം. മേജ് ചെയ്ത് മണിച്ചു ഓതാൻ വേണ്ടി കൂട്ടിച്ചേർത്ത് മണിച്ചു ഓതുക. ലയാലിയൂവ അതാണ് ഇദ്ഗാം ബിഗുന്ന. ഒരു താളം കൊടുക്കുക. ലയാലിൻ എന്ന് പറയുന്നില്ല. എൻ ശബ്ദത്തെ എന്നുള്ളത് വാവിലേക്ക് ചേർത്ത് അവിടെ മീമിന് കൂടെ അലിഫ് കാണാം. ഒരു കടാര പോലത്തെ ചെറിയ അലിഫ്. 2 അക്ഷരം മാത്രമാണ് നീട്ടേണ്ടത്. സാധാരണ മദ്ദു തുബി മാത്രം മദ്ദുൽ അസ്രി മാത്രമാണ്. സമാനിയത്ത അയ്യാമിൻ അവിടെ തെൻവീന് ശേഷം വീണ്ടും ത്രോട്ട് അക്ഷരമായ ഹ വന്നു. അവിടെ ഇദ്ഹാറാണ് റൂൾസ്. അയ്യാമിൻ ഹുസൂമ അവിടെയും വാവ് മദ് തുബി സാധാരണ മദ്. നമ്മുടെ നിർത്തുകയാണ് ഹുസൂമൻ. അവിടെ നിർത്തുമ്പോ തെൻവീൻ ബിൽ ഫത്ഹയിൽ ആയത്ത് അവസാനിക്കുമ്പോൾ നമ്മൾ 2 അക്ഷരം നീട്ടി നിർത്തും. തെൻവീൻ ബിൽ ഫത്ഹയിൽ ആയത്ത് അവസാനിക്കുക അല്ലെങ്കിൽ ശ്വാസം കിട്ടാതെ നിർത്തുക അല്ലെങ്കിൽ വഖഫ് ചെയ്യുമ്പോൾ 2 അക്ഷരം നീട്ടി നിർത്തും. അതിന് മദ്ദു ഇവൽ എന്ന് പറയും. ഇൻഷാ അല്ലാഹ് പിന്നീട് പഠിക്കാം. മദ്ദു ഇവൽ എന്നതിന്റെ പേര്. അപ്പൊ അവിടെ ഹുസൂമ അങ്ങനെ നിർത്തണ്ടേ? ഹുസൂമ. ഇനി ഇവിടെ നമ്മൾ നിർത്തുന്നില്ലെങ്കിൽ ഇഖ്ഫാബിയുടെ റൂൾസ് പാലിച്ചതാണ്. ഹുസൂമ ഫതറ അവിടെ തൻവീനെ മറച്ചു വെച്ച് കൊന്ന കൊടുത്തു പറയാം. ഹുസൂമ ഫതറ. ഇപ്പൊ ഇവിടെ സിലി എന്ന രീതി കാണാൻ മുകളിൽ സിലി. ഇത് നമുക്ക് നിർത്തുകയും ചെയ്യാം കൂട്ടിയോതും ചെയ്യാം. പക്ഷെ ഏറ്റവും നല്ലത് കൂട്ടിയോതലാണ്. അത്രേ ഉള്ളൂ. ഏറ്റവും നല്ല കൂട്ടിയോതലാണ്. ഇനി നിർത്തിയ തെറ്റില്ല. അവിടെ ആയത്തിന്റെ ആശയത്തിനൊന്നും ഭംഗം വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് അവിടെ നിർത്തി ഓതാം അല്ലെങ്കിൽ കൂട്ടി. അപ്പൊ വലിയ ആയത്തൊക്കെ ആകുമ്പോൾ നമുക്ക് അവിടെ നിർത്തുന്നതാണ് ഒന്നും സൗകര്യം നിർത്താം. അപ്പൊ ഇവിടെ സഖറഹ അലൈഹിം സബ്അ ലയാലിൻ വതമാനിയത അയ്യാമിൻ ഹുസൂമ. അയ്യാമിൻ അവിടെ ഇദ്ഹാറാണ്. ഹുസൂമ 2 അക്ഷരം നീട്ടി നിർത്തുക. എന്നിട്ട് ബാക്ക് നിർത്തി ഓതണമെന്നില്ല എന്ന് പറഞ്ഞു. അത് അവിടെ നിർത്തല് അനുവദനീയാണ്. പക്ഷെ കൂട്ടി ഓതാൻ നല്ലതാണ് സ്ഥിതി. അൽ വസ്ലുൽ ഊല കൂട്ടി ഓതലാണ് നല്ലത്. അടുത്ത് നോക്കാം. ഫതറൽ ഖൗമ ഫതറ എന്നുണ്ട്. നേരത്തെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു മദ്ദിന്റെ അക്ഷരം ശേഷം ഇവിടെ ഒരു അപകടകാരിയായ കാണുന്നത് അലിഫിന്റെ മുകളിൽ സ്വാദുള്ള അക്ഷരം. അതാണ് ഹംസത്തുൽ വസ്ൽ. ഇപ്പൊ ഫതറ എന്നുള്ള അവിടെ യാ ആണ് എഴുതിയിരുന്നത്. ശരിക്കും ഈ സൗണ്ട് അലിഫിന് ശേഷം വരുന്ന പുള്ളില്ലാത്ത സമം അലിഫാണ്. സോറി ഫതഹിന് ശേഷം വരുന്ന പുള്ളില്ലാത്ത യാ. അല ഇല എന്നൊക്കെ എഴുതുമ്പോൾ പുള്ളില്ലാത്ത യാ ഉണ്ട്.
അത് അലിഫിന് സമാണ്. അപ്പൊ ഫതറ എന്നുണ്ട് ശരിക്കും ഇവിടെ ഫതറ. പക്ഷെ ശേഷം ഹംസത്തുൽ വസ്ൽ വന്നു, അപ്പൊ ആ മദ്ദിനെ കളഞ്ഞു. ഫതറ അത്രേ പാടുള്ളൂ. അവിടെ ആ അലിഫിന് ആ യാല്ലേ അത് അലിഫാണ്, അതിൽ നിർത്താൻ പാടില്ല. ഫതറൽ പിന്നെ ലാമൽ ഖമരി ഫതറൽ ഖൗമ ഫീഹാ സുറഅ. ഇതൊക്കെ ഇതിനൊന്നൊക്കെ നമ്മൾ പറഞ്ഞ നിയമങ്ങളാണ്. ഫതറൽ ഖൗമ ഫീഹാ സുറഅ കഅന്നഹും كأنهم أعجاز نخل خاوية. നഖ്ലിൻ അവിടെ നമ്മൾ പറഞ്ഞ നിയമം തൻവീന് ശേഷം ഇദ്ഹാറാണ് നിയമം. നമ്മൾ കണ്ടില്ലേ കുറച്ച് സ്ഥലത്താണ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായി, പിന്നെ ലോട്ട് റിപ്പീറ്റ് വരികയാണ്. അഅജാസു നഖ്ലിൻ ഖാവിയ, നഖ്ലിൻ ഖാവിയ ഇദ്ഹാർ, തൻവീന് ശേഷം ത്രോട്ട് അക്ഷരം, തൊണ്ടത്തെ അക്ഷരം. നഖ്ലിൻ ഖാവിയ. അപ്പൊ ആയത്തിന്റെ അർത്ഥം നോക്കുക. സഖറഹ അലൈഹിം, അള്ളാഹു എന്ത് ചെയ്തു? സഖറഹ ആ കാറ്റിന്റെ ഇത് കീഴ്പ്പെടുത്തി, അലൈഹിം അവിടെ മേൽ, സബ്അ ലയാലി. അപ്പം ആദ് സമുദായത്തിന്റെ മേലിൽ അള്ളാഹു ആ കാറ്റിനെ അയച്ച എത്രയാണ്? നിയോഗിച്ച എത്രയാണ്? സബ്അ ലയാൽ. ലൈലിന്റെ പ്ലൂരാണ് ലയാൽ, 7 രാത്രികൾ. വസമാനിയത അയ്യാം, 8 പകലും. യൗമിന്റെ പ്ലൂരലാണത് അയ്യാം. അപ്പൊ 8 പകലും 7 രാത്രിയും തുടർച്ചയായിട്ടുള്ള കാറ്റ്, സൊറ വീശുന്ന കാറ്റ്, കൊടും കാറ്റ്. അങ്ങനെ അള്ളാഹുന്റെ ആ ആദ് സമുദായത്തെ അള്ളാഹു നശിപ്പിച്ചു, കീഴ്മേൽ മറിച്ചിടാൻ. ഹുസൂമ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള കാറ്റ്. ഫതറൽ ഖൗമ ഫീഹ, അപ്പൊ നിനക്ക് ആ ജനതയെ കാണാം. ആ സമയം ഫതറൽ ഖൗമ നിനക്ക് കാണാം. അപ്പോൾ ഫീഹ അതിൽ ആ കാറ്റിൽ നിനക്ക് ജനം കാണുന്നത് സുറഅ വീണ് കിടക്കുന്നത് പോലെ കാണും. എങ്ങനെ വീണ് കിടക്കുന്നത്? കഅന്നഹും അവരായതുപോലെ അഅജാസു നഖ്ലിൻ, അജ്സ് എന്ന തടിയാണ് അതിന്റെ പ്ലൂറൽ അഅജാസ്, ഈത്തപ്പന തടികൾ പോലെ. ഈത്തപ്പന ശക്തമായ കാറ്റടിച്ച് കഴിഞ്ഞാൽ എന്തെയും അതിങ്ങനെ കടപിഴുകി പോലെ, അങ്ങനെ കടപിഴുകി കിടക്കുന്ന ഈത്തപ്പനകൾ പോലെ ഒരു പറമ്പിൽ മൊത്തമായിട്ട് കാറ്റടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തെങ്ങ് വീണ് കൂട്ടാം. നമ്മുടെ നാട്ടിൽ അതാണ് കാഴ്ച അല്ലെ. തെങ്ങ് ഒന്നായിട്ട് വേരോർക്ക് വീണുണ്ടാവും, കാറ്റിന് ഭാഗത്ത് ഒന്നായിട്ട് തെങ്ങ് തോട്ടങ്ങൾ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വീണ് കിടക്കുന്നത് ഒന്നായിട്ട് എല്ലാ ആളുകളും എന്ത് ചെയ്യണം? വീണ് കിടക്കുക. അഅജാസു നഖ്ലിൻ ഖാവിയ കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ. അങ്ങനെ ഖാവിയത്തിന് കടപൊഴുകി വീണ ഈത്തപ്പന തടികൾ പോലെ അവരെ കാണാം. ആ രൂപത്തിൽ അള്ളാഹു അവരെ കീഴ്മേൽ മറിച്ചിട്ടു. കാരണം എന്താണ്? അത്രക്കും വലിയ ധിക്കാരികളായിരുന്നുണ്ട് ആദ് സമുദായം കാണിച്ചു അല്ലേ. അതും അതേപോലെ തന്നെ സമൂദ ഗോത്രങ്ങളൊക്കെ അങ്ങേയറ്റത്തെ ധിക്കാരം, അള്ളാഹുവിനെ ആരാധിക്കുന്ന പകരം മറ്റുള്ള ഷിർക്ക് ചെയ്യുന്ന പുറമെ ഇതൊക്കെ ഞങ്ങളുടെ കഴിവ് കൊണ്ട് നേടിയതാണ്, അള്ളാഹുവിനെ അങ്ങേയറ്റത്തെ ധിക്കാരം. പിന്നെ സാമൂഹികമായിട്ടുള്ള ഒരുപാട് വേണ്ടാത്തരങ്ങൾ, ഇത്തരത്തിലൊക്കെ അള്ളാഹു ഇതൊക്കെ ഉണ്ടായപ്പോൾ അള്ളാഹു അവരെ നശിപ്പിച്ചു കളയാൻ ചെയ്തത്. കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ, ഈത്തപ്പന തടികൾ പോലെ കടപൊഴുകി വീണ ഈത്തപ്പന തടികൾ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു. അപ്പൊ ആയത്ത് നോക്കുക. സഖറഹ അലൈഹിം സബ്അ ലയാലി, അത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് വലിയ ആയത്താണ്. അപ്പൊ നമ്മള് സഖറഹ അലൈഹിം അങ്ങനെ പഠിക്കുക. സഖറഹ അലൈഹിം سبع ليال وثمانية أيام حسوما. سخرها عليهم 7 ليال. അതുവരെ പഠിക്കാം ആദ്യം. سخرها عليهم 7 ليال. സഖറഹ അങ്ങനെ പഠിച്ച ശേഷം وثمانية أيام حسوما. അത് വീണ്ടും റിപ്പീറ്റ് അത് നമുക്ക് നാവിലും ഇങ്ങോട്ട് വഴങ്ങുന്ന രൂപത്തിൽ ഒരു 10-20 തവണ റിപ്പീറ്റ് ചെയ്തിട്ട് അങ്ങനെ ആദ്യത്തെ ആ സഖറഹ അലൈഹിം സബ്അ ലയാലി എന്നുള്ളതും വസമാനിയത അയ്യാമിൻ ഹുസൂമ രണ്ടും കൂടി ഒരുമിച്ചൊന്ന് കാണാതെ ചൊല്ലി വെക്കുക, നമ്മളെ മൈൻഡ് ചൊല്ലി വെക്കുക. സഖറഹ അലൈഹിം സബ്അ ലയാലി വസമാനിയത അയ്യാമിൻ ഹുസൂമ. അങ്ങനെ അത് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം ഫതറൽ ഖൗമ ഫീഹാ സുർഅ, ഫതറൽ ഖൗമ ഫീഹാ സുർഅ അതെല്ലാം കൊണ്ട് റിപ്പീറ്റ് ചെയ്യുക. ഫതറൽ ഖൗമ ഫീഹാ സുർഅ, فترى القوم فيها سرعا فترى القوم فيها سرعا അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് كأنهم أعجاز نخل خاوية كأنهم أعجاز نخل خاوية كأنهم أعجاز نخل خاوية. എന്നിട്ട് അള്ളാഹുവിന്റെ ഒരു ചോദ്യമാണ്,
فهل ترى لهم من باقية فهل ترى لهم من باقية فهل ترى ഇപ്പൊ നീ വല്ലതും നീ കാണുന്നുണ്ടോ ലഹും അവരിൽ നിന്ന് മിൻ ബാക്കിയ വല്ലതും ബാക്കിയായിട്ട് വല്ലതും ശേഷിപ്പായിട്ട് കാണുന്നുണ്ടോ? ഒന്നടങ്കം ഒരു ബാക്കി പോലില്ലാതെ അള്ളാഹു അവരെ നശിപ്പിച്ചു കഴിഞ്ഞ അർത്ഥം. അവിടെ മിൻ ബാക്കിയ എന്നുള്ള ഓതന്റെ ലഹുൻ അവിടുത്തെ അത് ആ രണ്ട് റൂൾസ് എന്ന് പറയാം. ലഹും എന്നുള്ളൊരു മീമുണ്ട് കണ്ടല്ലോ, ലഹും. ആ മീമിന് ശേഷം വീണ്ടും മീമനെ വന്നു, സുക്കൂണുള്ള മീമിന് ശേഷം അതേ അക്ഷരം. അങ്ങനെ ആകുമ്പോൾ ആ സുക്കൂണുള്ള അക്ഷരം നമ്മൾ മലയാളത്തിൽ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ, ഒരു ക പിന്നെ അടുത്തവും ക തന്നെ വരുമ്പോ ചക്ക എന്ന് രണ്ട് കാക്കി പറയല്ലേ, അതേപോലെ ഇവിടെ എന്താ ലഹുമ്മി ആ മീമിന് ആദ്യത്തെ മീം രണ്ടാമത്തെ മീമിൽ ചേർത്തു. പക്ഷെ മീമിന് ഷദ് വന്നു കഴിഞ്ഞാൽ മണിക്ക നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ മണിച്ചോത് ഫഹൽ തറാ ലഹുമ്മി അതിന് പറയാം അങ്ങനെ ചേർക്കുന്ന ഇദ്ഗാം എന്ന് പറയും. ഇദ്ഗാം നമുക്കറിയാം, ഒന്നിനെ മറ്റൊന്നില്ല, ഒരു സുക്കൂൺ അക്ഷരത്തെ ശേഷം വരുന്ന ഹർക്കത്തിൽ അക്ഷരം ചേർക്കുന്ന ഇദ്ഗാം എന്ന് പറയും. അങ്ങനെ ഇദ്ഗാം ചെയ്തിട്ട് എന്താ ഗുന്ന കൊടുത്തത്. ഇനി ഇങ്ങനെ ഒരേ അക്ഷരം തമ്മിൽ ഇദ്ഗാം ചെയ്യുന്ന ഇദ്ഗാമുൽ മുത്തമാസിലി എന്ന് പറയും. ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാം. ഇദ്ഗാമുൽ സെയിം ലെറ്റേഴ്സ് നമ്മൾ അങ്ങനെ മേർജിങ് കൂട്ടിയിലേക്ക് ചേർക്കുന്നതിനെ ഇദ്ഗാമുൽ മുത്തമാസിലി. ഇപ്പൊ ഇവിടെ ഇദ്ഗാമുൽ മുത്തമാസിലാണ്, മീമിനെ മീമിലേക്ക് ചേർത്തു. ഫഹൽ തറാ ലഹും മിൻ ബാക്കിയ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിരുന്നു, ഓർക്കുന്നുണ്ടോ? മിൻ ബാക്കിയ എങ്ങനെ എഴുതുക? സിമ്പിൾ ആണ്, മുകളിൽ തന്നെ കാണാൻ മീം ഇങ്ങനെ താഴെ തൂങ്ങി കിടക്കണം കണ്ടല്ലേ. ആ മിൻ എന്നുള്ള സുക്കൂൻ നോന്റെ സൗണ്ടിന് മീം സാക്കിനാക്കി മിം. എന്തായാലും പേര് നമ്മൾ പഠിച്ചിരുന്നു, കൽബ് കുൽബ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു. എന്തായിരുന്നു ചേഞ്ച് ആക്കുക, എന്തായാലും പറയല് നമ്മൾ പ്രാർത്ഥന യാ മുക്കല്ലിബൽ ഖുലൂബ് ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ചു ഞാൻ. ആ നിയമത്തിന്റെ പേര് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഇഖ്ലാബ്. അയ്യോ മാഷാ അല്ലാഹ് മബ്റൂക്ക്. ഇഖ്ലാബ് കൽബ് എന്നുണ്ടായതാണ്. കൽബ് നമ്മൾ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു ഓരോ തീരുമാനം മാറി മാറ്റിമറിക്കുന്നത് എന്നൊക്കെ തന്നെ മുഖല്ലിബ് എന്ന് പറഞ്ഞാൽ. യാ മുഖല്ലിബൽ ഖുലൂബ് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ. അതന്നെ ഇവിടെ നമ്മൾ മാറ്റിമറിച്ചു. ആ മിൻ എന്ന സുക്കൂൻ നൂന്റെ ശബ്ദത്തിന് ബ ആക്കി മാറ്റി. ഒറ്റ അക്ഷരം മാത്രമേ പഠിക്കാനുള്ളൂ. സുക്കൂൻ നൂനോ തെൻവീനോ ശേഷം ബ വന്നാലാണ് ഈ റൂൾസ്. സുക്കൂൻ നൂനോ തെൻവീനോ ശേഷം ബ വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുക. സുമ്മുൻ ബുക്കുമുൻ എങ്ങനെ എഴുതുക? സുമ്മും സോമ്മും അല്ലെ, ആ രൂപത്തിലാകും. ഇതിൻ ബഅസ ഇതിൻ ബഅസ അൻബത അംബത അല്ലെ, ഇങ്ങനെ ആ രൂപത്തിൽ. മിൻ ബഅദി അതന്നെ. ഇവിടെ ഫഹൽ തറാ ലഹും മിൻ ബാഖിയ ഫഹൽ ഒന്ന് റിപ്പീറ്റ് ചെയ്തു. ഫഹൽ തറാ ലഹും മിൻ ബാഖിയ. അപ്പൊ നമ്മൾ ഇന്നെടുത്ത ആയത്തൊന്ന് റിപ്പീറ്റ് ചെയ്യാം അല്ലെ. فأما ثمود فأهلكوا بالطاغية അത് നമുക്ക് ഒറ്റ ശ്വാസം തന്നെ ഓതാൻ പറ്റുന്ന ചെറിയ ആയത്ത്. അപ്പൊ അങ്ങനെ തന്നെ പഠിക്കും, ഫുൾ ആയിട്ട് തന്നെ പഠിക്കും. അത് സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. فأما ثمود فأهلكوا بالطاغية وأما عاد فأهلكوا بريح صرصر عاتية وأما عاد فأهلكوا بريح صرصر عاتية وأما عاد فأهلكوا بريح صرصر عاتية سخرها عليهم 7 ليال و8 أيام حصوما سخرها عليهم 7 ليال و8 أيام حصوما فترى القوم فيها صرعى كأنهم أعجاز نخل خاوية فترى القوم فيها صرعى كأنهم أعجاز نخل خاوية فهل ترى لهم من باقية فهل ترى لهم من باقية. അപ്പൊ ഈ സൂറത്ത് വളരെ ഹൃദ്യമായി തന്നെ നിങ്ങളുടെ മനഃപ്പാടമാക്കി എടുക്കുക. വളരെ ഈസിയാണ്. നിങ്ങൾ ഇന്ന് തന്നെ ഇത് പഠിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ പോയി പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു നമ്മുടെ മൈൻഡിലേക്ക് കയറിയിട്ടുണ്ട് കുറച്ച് ഭാഗം. അപ്പൊ ഇനി അത് ഇന്ന് തന്നെ പെട്ടെന്ന് പഠിക്കാൻ കഴിയും. എന്നിട്ട് നാളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിമെന്റ് നനച്ചു കൊടുക്കുന്ന പോലെ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാൽ 7 ദിവസം നനക്കാന്ന് പറഞ്ഞില്ല, അതേപോലെ നമ്മൾ ഇങ്ങനെ നനച്ചു കൊടുക്കണം. നമ്മളിങ്ങനെ വീണ്ടും റീകോൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം, റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ മൈൻഡിലേക്ക് ഇത് ഇങ്ങനെ
എന്നും ഒരു 5-6 ദിവസം തുടർച്ചയായിട്ട് ഈ ഭാഗം ഇങ്ങനെ ഓതിയാൽ ശരിയാവും. അപ്പൊ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഷാഫി സാർ സൂറത്തുൽ ഹാഖയുടെ ഷാഫി സാർ പറഞ്ഞോളൂ. ഈ ആ 8 ആയത്ത് ഫുള്ളായിട്ട് ഒന്നുകൂടെ ഒന്ന് പറയണം ചെയ്യും. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحاقة ما الحاقة. ഇത് രണ്ടും കൂട്ടി പോകുന്ന ശൈലി ഉണ്ട്. അതും കൂടി അങ്ങനെ പഠിക്കുന്ന രൂപത്തിൽ പഠിച്ചോളൂ. الحاقة ما الحاقة അങ്ങനെയും ഓതാം. അവിടെ ഹാക്കത്തു എന്ന് പറയണപ്പോ കേട്ടോ. وما أدراك ما الحاقة كذبت ثمود وعاد بالقارعة فأما ثمود فأهلكوا بالطاغية وأما عاد فأهلكوا بريح صرصر عاتية سخرها عليهم 7 ليال و8 أيام حسوما فترى القوم فيها صرعى كأنهم أعجاز نخل خاوية فهل ترى لهم من باقية. അപ്പൊ ഇതിങ്ങനെ ഓതുമ്പോ നമുക്ക് ഇതിന്റെ അർത്ഥവും നമ്മളതിന്റെ കൂടെ ഇങ്ങനെ വരണം. അതോടൊപ്പം ഇതിന്റെ ഒരു താളം, ഈ ഒരു താളത്തിൽ ലയിച്ച് തന്നെ ഓതാനും നമ്മൾ ശ്രമിക്കുക. നല്ല നല്ല ഖിറാത്തുകൾ കേൾക്കുക, നല്ല പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചേഞ്ചസ് വരുത്താൻ പറ്റും, ഷുവറാണ്. ഞാനൊന്നും എന്തല്ല നല്ല പാട്ടുകാരനോ നല്ല ഒന്നുമല്ല. അങ്ങനെ നന്നായിട്ട് പാട്ട് പാടാൻ കഴിയുന്ന ആൾക്കാർക്ക് നന്നായിട്ട് ഓതാൻ പറ്റൂ എന്നൊക്കെ ചിലർക്കൊക്കെ പറയാറുണ്ട്. അതൊന്നുമില്ല കേട്ടോ. നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കും കുറെയൊക്കെ മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും. എന്നാലും കേട്ടിങ്ങനെ ഇരിക്കുന്ന ഒരു ഹലാവത്തിലേക്ക് എത്താൻ ചിലപ്പോൾ പറ്റിയില്ലെങ്കിലും ഒരുവിധമൊക്കെ നമുക്കും അതിന്റെ അടുത്തുകൂടെ ഒക്കെ പോകാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ഈ ഖുർആന്റെ ഈ മാധുര്യം, ഈ ഒരു ഹലാവത്ത്, തിലാവത്തിലുള്ള ഒരു ഹലാവത്ത് കൊണ്ടുവരാൻ നമ്മളെ ഒരു ഖുർആൻ പാരായണത്തെ ജീവനുള്ള ഖുർആൻ പാരായണമാക്കി മാറ്റാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മെ വരെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളത് സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാർ. തഖബ്ബൽ അല്ലാഹു മിന്ന സ്വാലിഹ് അമാൽ. അള്ളാഹു നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ഒന്നുകൂടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ എല്ലാവരെയും, നോമ്പിന്റെ പ്രാർത്ഥന എല്ലാവരെയും ഉൾപ്പെടുത്തുക. ഇതൊക്കെ നമ്മളൊരു എല്ലാവർക്കും ഖുർആൻ എത്തിക്കുക, സന്ദേശം, ഖുർആൻ പഠനവും. നിങ്ങളെ കൂടെയുള്ള ആരുണ്ടെങ്കിൽ ഖുർആൻ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അവരെയൊക്കെ ലിങ്കിൽ ജോയിൻ ചെയ്യിപ്പിക്കുക. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്ക് വളരെ കണ്ടിന്യൂ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശുക്രൻ ജസാക്കല്ലാഹ്. തീർച്ചയായിട്ടും ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളിടത്ത് തീർച്ചയായിട്ടും ഒരു നല്ല സേവനമായിട്ട് റമദാൻ മാസത്തിൽ ഷാഫി സാർ നമുക്ക് വേണ്ടി ഖുർആൻ പഠിപ്പിച്ചു തരാണ്. അള്ളാഹു എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ.